ഇന്ന് നമുക്ക് മാഷ്മെല്ലോ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഈ മാഷ്മെല്ലോ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഒരുപാട് ചേരുവകളൊന്നും ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ ജെലാറ്റിനാണ്. ജെലാറ്റിൻ ഇതാ ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല തിളച്ച വെള്ളം ഒരു 1/3 കപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ജെലാറ്റിനൊക്കെ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഇതൊരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം. ഓക്കെ, ഇതൊരു 10 മിനിറ്റ് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് നമുക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇതൊരു നല്ലൊരു സ്റ്റിക്കി പാകത്തിനാണ്, പക്ഷേ ക്രിസ്റ്റലൈസ് ആവാനും പാടില്ല. അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഈ ഒരു സമയത്ത്. ഈ ഒരു പാകത്തിനാകുമ്പോൾ നമുക്ക് സാധാ റൂം ടെമ്പറേച്ചറുള്ള സാധാ പച്ചവെള്ളമില്ലേ, പച്ചവെള്ളത്തിൽ കുറച്ചിങ്ങനെ ഡ്രോപ്പായിട്ട് ഒറ്റിച്ചു കൊടുക്കാം. എന്നിട്ട് കൈ കൊണ്ട് എടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. കൈ കൊണ്ട് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് പാകത്തിനായി എന്നർത്ഥം. കണ്ടില്ലേ, ഇതുപോലെ കൈ കൊണ്ട് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ബോൾ പോലെയൊക്കെ ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ തീ ഓഫ് ചെയ്തിട്ടാണുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കാം, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇനി നമ്മുടെ ജെലാറ്റിനില്ലേ, കുതിർന്ന ജെലാറ്റിൻ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് തീ ഓൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് ഒരു 2-3 മിനിറ്റ് തിളപ്പിച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ള കളറൊക്കെ ചേർത്ത് വൈറ്റ് മാഷ്മെല്ലോ എന്നാക്കുന്നത്, അപ്പോൾ കളറൊന്നും ചേർക്കുന്നില്ല. ഇപ്പം നല്ലതുപോലെ പതഞ്ഞ് വരും. ഇതിന് നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ ജെലാറ്റിനൊക്കെ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ജെലാറ്റിൻ്റെ തരികളൊന്നുമില്ല, എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇത് മാറ്റണം. ബൗള് നല്ല ക്ലീൻ ആയിരിക്കണം, ഒട്ടും വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ലേ. കണ്ടില്ലേ, നമ്മൾ നല്ല ക്ലീൻ ആയിട്ടുള്ള ബൗളിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കുക. ഇനി ഇത് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഹാൻഡ് വിസ്ക് വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇത് പതഞ്ഞ് വന്ന് നല്ല വൈറ്റ് കളറാണ്. ഇതിപ്പം കാണാൻ പറ്റുന്നുണ്ടോ, നല്ല വൈറ്റ് കളറാണ്. ഇതിൻ്റെ ക്വാണ്ടിറ്റിയും കൂടിയിട്ടുണ്ട്. ഈ ഒരു പാകേജിലെത്തുമ്പോൾ നമുക്ക് ഇത് ഓഫ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാനുള്ള മോൾഡിലേക്ക് മാറ്റും. ഞാനിപ്പോൾ ഇതിലൂടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് സെറ്റ് ചെയ്യുന്നത്. ഗ്രീസ് ചെയ്യാൻ മറക്കരുത്. വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ എന്തെങ്കിലും ഒന്ന് വെച്ച് ഗ്രീസ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ഒഴിച്ചു കൊടുക്കുക. തണുത്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ ബീറ്റ് ചെയ്ത് ഉടൻ തന്നെ പെട്ടെന്ന് ഇത് ഒഴിച്ചു കൊടുക്കണം. അതുപോലെ ബീറ്റ് ചെയ്യേണ്ടത് ചൂടോടുകൂടി തന്നെയാണ് നമുക്ക് ബീറ്റ് ചെയ്യേണ്ടത്. ചൂടാറാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ചൂടാറിക്കഴിഞ്ഞാൽ പിന്നെ ഇത് ഉറച്ചു പോകും. അപ്പോൾ ചൂടോടുകൂടി തന്നെ നല്ലതുപോലെ ഒരു 10 മിനിറ്റ് ബീറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഇതുപോലെ ഏതെങ്കിലും മൗൾഡിലേക്കോ ഒരു പാത്രത്തിലേക്കോ ഗ്രീസ് ചെയ്ത പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഓക്കെ, ഇനി ഇത് ഇങ്ങനെ തന്നെ വെക്കുക. ഇതുപോലെ തന്നെ വെച്ചിട്ട് ഒരു 8-9 മണിക്കൂറൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. കാരണം ഇത് സെറ്റ് ചെയ്യാൻ കുറച്ച് താമസം എടുക്കും. പെട്ടെന്ന് അങ്ങ് സെറ്റായി കിട്ടില്ല. ഫ്രിഡ്ജിലൊന്നും വെക്കരുത്. ഇതിൻ്റെ മുകളിൽ ഡ്രൈ ആയി പോകാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഷുഗർ പൗഡർ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഷുഗർ പൗഡർ അല്ലെങ്കിൽ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഒരു 8 മണിക്കൂറിന് ശേഷം കണ്ടില്ലേ, നമ്മുടെ മാഷ്മെല്ലോ സെറ്റായിട്ടുണ്ട്. സിമ്പിളാണ്. ഇതിൽ നല്ല കളറൊക്കെ മിക്സ് ചെയ്യാൻ നിങ്ങൾക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ തന്നെ വലിയവർക്കും ഒക്കെ ഇഷ്ടമാണെന്നല്ല, വെറുതെ ഇങ്ങനെ വായിലിടുമ്പോൾ തന്നെ നല്ല അലിഞ്ഞു പോകുന്ന മാഷ്മെല്ലോൻ്റെ ആ ഒരു ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത്ര സിമ്പിളാണ്. ഒന്ന് ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്ര സിമ്പിളാണ്. അപ്പോൾ ഇത് ആറാൻ വേണ്ടിയിട്ട് എന്തായാലും നിങ്ങൾ ടൈം കൊടുക്കണേ. കാരണം ഒരു 8-12 മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് കിട്ടും. ഫ്രിഡ്ജിൽ ഒട്ടും വെക്കരുത്. പെട്ടെന്ന് ആയിക്കോട്ടെ വെച്ചിട്ട് ഫ്രിഡ്ജിൽ ഫ്രീസറിലൊക്കെ എടുത്ത് വെക്കുക, അല്ലെങ്കിൽ ഹാർഡായി പോകും. അതൊരിക്കലും ചെയ്യരുത്. അപ്പോൾ ഇതാ ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. പ്ലേറ്റിലും കുറച്ച് ഷുഗർ പൗഡർ എന്തെങ്കിലും ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. ഒന്ന് ഒട്ടിപ്പിടിക്കില്ല പ്ലേറ്റിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മാഷ്മെല്ലോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്സ്, സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യുക. ഓക്കെ.
ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും താങ്ക് യു. അസ്സലാമു അലൈക്കും.